ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ യാസീൻ. അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മച്ചന്മാർക്കും കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ റിയാക്ഷൻ വീഡിയോ ആണ്, ഒരു സിനിമ റിവ്യൂ വീഡിയോയും കൂടിയാണ്. അത് മറ്റാരുടെ സിനിമയല്ല, നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ്റെ ഖലീഫ. ഭയങ്കര ഹൈപ്പ് ഏറിയ ഒരു സിനിമയായിരുന്നു ഖലീഫ. ബ്ലഡ് ലൈനൊക്കെ വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഖലീഫ മൂവി. അങ്ങനെ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ഞാൻ പോയി കണ്ടു. അപ്പോൾ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ സിനിമ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജിനു വി എബ്രഹാമാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്, ജിനു വി എബ്രഹാമും പിന്നീട് സുരാജ് കുമാറും. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി ജേക്സ് ബിജു അണ്ണൻ തിയേറ്റർ കത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം അടിപൊളി ആയിട്ടുള്ള BGM ഒക്കെ ആയിരുന്നു. ആ റൈറ്റിംഗ് ഭയങ്കര BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ആ സിനിമക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അഹമ്മദ് അലിക്ക് കൊടുത്ത BGM പിന്നെ ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ല സിനിമയാണോ അത്. പക്ഷേ ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് തലേന്നൊക്കെ ഇതിൻ്റെ റിവ്യൂ പോയി കണ്ടപ്പോൾ എല്ലാവരും പറയുന്നു ഖലീഫ അല്ലെങ്കിൽ ഓക്കെ ഖലീഫ. ഇത്രയും ആ സിനിമയെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പലർക്കും ആ സിനിമ മിക്സഡ് റിവ്യൂ ആയിരിക്കും തന്നത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ഈസ് എ ഗുഡ് മൂവി, അതൊരു നല്ലൊരു സിനിമയാണ് എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ഒരു ഗോൾഡ് സ്മഗ്ലറിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം എത്തുന്നത് കാര്യങ്ങൾ, എന്നാലും പഴയ നമ്മുടെ സ്റ്റോറി കുറച്ച് ഇങ്ങനെ സ്ലോ പേസ്ഡാണ് പോകുന്നതെങ്കിലും മേക്കിങ്ങും ക്വാളിറ്റി വൈസും അഭിനയവും കൊണ്ട് ആ സിനിമ നമുക്ക് ഹൈ തന്നിരിക്കും. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു മെല്ലെ പോയിട്ട് സെക്കൻഡ് ഹാഫൊക്കെ കത്തിച്ച്, പിന്നെ അവസാനത്തെ 10 മിനിറ്റിൻ്റെ ക്യാമിയോ ഇട്ടിച്ച് കളഞ്ഞു. പിന്നെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മീം ഇറങ്ങുന്നുണ്ട് അത് ആ ക്യാമിയോയുടെ ക്യാരക്ടറിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ശൈലിനെയൊക്കെ പറ്റി. സോ നല്ല സിനിമയാണത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ഗുഡ് മൂവി, ഈസ് എ ഗുഡ് മൂവി. കാരണം അതൊരു നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആക്ഷൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ സിനിമ നല്ല രീതിക്ക് വർക്കാവും. കുറച്ച് ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സിനിമ അടിപൊളിയാണ്. മമ്പറക്കൽ അമ്മദിനിയുടെ കൊച്ചുമോനാണെന്ന് ആ ഒരു സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളും പിന്നെ ആ ഫസ്റ്റ് ഹാഫൊക്കെ മമ്പറക്കൽ അമ്മദിനിയെ കുറിച്ച് പറയുന്നതും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ പറയാനില്ല, പുള്ളിയുടെ ലവ് ട്രാക്കൊക്കെ നല്ലതായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം ഓക്കെ സംഭവങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫിലെ ഫൈറ്റും ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റും പിന്നെ ആദ്യം നമ്മുടെ സിനിമ ആദ്യം ഇറങ്ങാൻ തന്നെ ഒരു ഫൈറ്റുണ്ട്. ആ ഫൈറ്റൊക്കെ വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ആമിറിൻ്റെ ഇൻട്രോ സീനൊക്കെ വളരെ കിടിലമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ സിനിമയായിരുന്നു ഖലീഫ. ഇനി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുള്ള ഓരോ സിനിമയുമാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ പറയുന്നു, എല്ലാ റിവ്യൂവേഴ്സും പറയുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നല്ലൊരു മൂവിയാണ്. ഞാൻ കണ്ടതിൽ ഇപ്പോൾ പൃഥ്വിരാജ് ചേട്ടൻ്റെ കണ്ടതിൽ ഏറ്റവും നല്ല മൂവിയാണ്. ഇപ്പോൾ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ഓർക്കുക, നമുക്ക് ഒരാളുടെ സ്വഭാവ സവിശേഷതയുള്ള മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാം. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ട് റിവ്യൂ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സിനിമയായ ഖലീഫ ഒരു നല്ല വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബെസ്റ്റ് വിഷസ് ടു മൂവി ടീം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട് ആൻഡ് ബൈ.